ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഉള്ളി വയറ്റി സമയം കളയാനില്ലാത്ത എന്നെ പോലെ മടിയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി കുറുകുറുന്നനുള്ള കറിയാണ്. കറിയോ ഗ്രേവിയോ എന്ത് വേണേലും പറയാം. നല്ല ടേസ്റ്റോട് കൂടിയ അടിപൊളി ഒരു ചിക്കൻ കറി കേട്ടോ. ഇത് പൊറോട്ടൻ്റെ, ചപ്പാത്തിൻ്റെ, വെള്ളപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ഈവൻ ചോറിൻ്റെ കൂടെ വരെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ്റെ പീസൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് കിടക്കാം. ഞാനിതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് മേടിച്ച് അതൊരു റെസിപ്പി വീഡിയോ മാത്രമാക്കി മാറ്റി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ചെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പൊതുവേ മടിയുള്ളൊരു ദിവസമാണ്, അതിൽ കൂടെ ഒരു തലവേദനയുണ്ട്. അപ്പം ഞാൻ ചിക്കൻ വേഗം കഴുകി അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിൽ മസാല അല്ലെങ്കിൽ വെള്ളം വാർത്തെടുക്കാനോ ഒന്നും ഒന്നുമില്ല. കഴുകിക്കാണ്ട് നമ്മൾ ഊറ്റിയെടുക്കൂല, അങ്ങനെ ഊറ്റിയെടുത്തിട്ടില്ല. കഴുകിയ പാത്രം കൊണ്ടുതന്നെ കൊണ്ടുവന്നിട്ടൊക്കെയാണ്. പിന്നെ അതിക്ക് വേണ്ടിയിട്ട് ഞാൻ 4 വല്യുള്ളിയാണ് എടുത്തത്. ആ വല്യുള്ളിയൊക്കെ സ്ലൈസാക്കി അതുപോലെ ഉണ്ട് ഇട്ട് കൊടുത്ത്. ഇതൊന്നും വയറ്റിയെടുക്കുന്നില്ല നമ്മൾ വെറുതെ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് എളുപ്പം ഉണ്ടാക്കി എടുക്കട്ടാ. നമുക്ക് പെണ്ണുങ്ങൾക്ക് സാധാരണ മടിയുള്ള സംഭവമല്ല ഉള്ളി ഇങ്ങനെ വയറ്റി സമയം കളയല്. അപ്പം അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇതിനില്ല. വെറുതെ അങ്ങനെ ഓരോന്നും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടാ. അപ്പം ഞാൻ ഈ ഉള്ളിയും ചിക്കനും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെന്തോ ഹൈദരാബാദിന്നോ പഞ്ചാബിന്നോ എന്തൊക്കെ പേരുണ്ടോ, അല്ലെ സ്പെഷ്യലാണെന്നാണ് പറയും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കറിയാണ്, അല്ലാതെ അവർക്കൊന്നും ക്രെഡിറ്റ് വെറുതെ കൊടുക്കണ്ടല്ലോ. ഇതിപ്പോൾ എൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളെയും കൂടി കറിയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതായതുകൊണ്ട് ഇത് ആർക്കും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിക്കനും ഉള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എൻ്റെ ഉപ്പിടലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ കുറേ വാരി ഇട്ടാണ്. അത് ഞാൻ ലേശമായിട്ട് കണ്ട് കുറേ പ്രാവശ്യം ഇടും, അത്രേ ഉള്ളൂ. കാണുന്നവർക്ക് ചിലപ്പോൾ അത് കൂടുതലാണെന്നൊക്കെ തോന്നും. ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇടുമ്പോൾ ഇതുപോലെ വാരി ഇടണം എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ഇട്ടാൽ മതി, നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇനി അത് ഒന്ന് മൂടി വെച്ച് അങ്ങോട്ട് വേവാൻ തുടങ്ങിക്കോട്ടെ. മൂടി വെച്ച് വേവിച്ചാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വേവിച്ചിരുന്നില്ല ചേട്ടാ. ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചതക്കി അതിൽ നേരിട്ട് കൊണ്ടുവന്നിടും. ഇത് എത്ര മതി, കുറേ ഒന്ന് പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ, ചതക്കിയാൽ മതി. ഇതൊക്കെ ഓരോന്നും നമ്മൾ ഈ ചിക്കൻ വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ അതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മാത്രം മതി. വയറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ആവും ചെയ്യും. അപ്പോൾ എന്താ, നമുക്ക് ആ ചിക്കൻ അവിടെ വെച്ചുകൊണ്ട് ഉള്ളി കട്ട് ചെയ്യാൻ പോയാൽ മതി. ആ ചിക്കൻ്റെ വെള്ളം ഒക്കെ പുറത്തേക്ക് വരുന്ന സമയം കൊണ്ട് തന്നെ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ റെഡിയാവും. അല്ലാതെ കുറേ പണിയൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ കേട്ടാ. വയറ്റി എടുക്കണമെന്നാണ് എല്ലാവർക്കും മടി ഉണ്ടാവും. അത് എനിക്കും നന്നായിട്ട് അറിയാം. എന്നെ പോലെ തന്നെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എളുപ്പം ചെയ്തെടുക്കാൻ ഇതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിക്ക് തക്കാളി വേണ്ടേ. ഒരു ചിക്കൻ കറി ആകുമ്പോൾ തക്കാളി വേണമല്ലോ. തക്കാളി ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ആക്കിയാണ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തൊന്നും ഇടുന്നില്ല. പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ തക്കാളിനെ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തോണ്ടാ. അത് ഇത്രത്തോളം പേസ്റ്റ് ആവണം അങ്ങനെ ഒന്നും കണക്കില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്ര ഒന്ന് പേസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ജാറൊന്നും ഒഴിവാക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ ലേശം വെള്ളമാക്കിയാണ്ട് അവിടെ വെക്കുന്നുണ്ട്. കാരണം എനിക്ക് കറി വേണം. എൻ്റെ മക്കളൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് പകരം ഒരു പുഴ തന്നെ അതിലുണ്ടാക്കി കൊടുത്താലും ഫുൾ വെള്ളം വറ്റിച്ചുകൊണ്ട് പോയിക്കോളും. അങ്ങനത്തെ മക്കളാണ്. അപ്പോൾ പിന്നെ വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ജാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് 3 ഉണ്ട്, ഞാൻ 1 മറന്ന്. അപ്പോൾ അതിൻ്റെ ആ ജാറൊക്കെ ഞാൻ കുറച്ച് വെള്ളമാക്കി അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ മിക്സ് ചെയ്യൽ കഴിഞ്ഞ് ഇനി അതിക്ക് വേണ്ടത് മസാലയാണല്ലോ. മസാല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പ്രാവശ്യമൊന്നുമല്ല, ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി. ഇത് ഫ്ലോപ്പ് ആവാത്ത അടിപൊളി റെസിപ്പി തന്നെയാണ്, എല്ലാവരെ കൊണ്ടും ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ തന്നെ കാരണം. അപ്പോൾ അതിൽ ഒരുപാട് മസാല ഞാൻ ഇട്ട അത്രയൊന്നും മസാല ഇല്ല. സിമ്പിളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത്ര ഇട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ ഗരം മസാല ഇട്ടിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഗരം മസാല മാത്രമല്ല ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അളവ് പെണ്ണുങ്ങൾക്കൊക്കെ അത് കൈക്കണക്കാവും. അത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് അളവ് പറഞ്ഞു തരണമല്ലോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അതുപോലെ മല്ലിപ്പൊടി ആണെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടോളി. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂണ്. ഗരം മസാല ഒരു 1.5 ടീസ്പൂണും. ടീസ്പൂണും ടേബിൾ സ്പൂണൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ അറിയില്ലേ. ഞാൻ ഇടുന്നത് കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അപ്പോൾ കുറേ വാരി ഇടുന്ന പോലെ തോന്നിക്കാന്നുള്ളൂ. ഞാൻ അതിൻ്റെ കറക്റ്റ് അളവ് ടേബിൾ സ്പൂണും ടീസ്പൂണും ആക്കി പറഞ്ഞു തന്നാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും എല്ലാ ഭാഗത്തൊക്കെ ആ മസാല എത്തണ്ട, അതിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഈ മിക്സ് ആക്കിയാൽ എത്ര ഞാൻ ഇങ്ങനെയൊക്കെ മസാല ഇട്ടാലും എനിക്ക് ഈ ചിക്കൻ കറി ആകുമ്പോൾ ചിക്കൻ മസാല ഇട്ടില്ലെങ്കിൽ ഒരു പൊറുതിയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി എൻ്റെ വകയായിട്ടൊന്ന് എക്സ്ട്രാ ഇടാമെന്ന് കരുതുന്നുണ്ട്. ഇത്ര മസാലയെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിൽ അന്ന് ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ബാക്കി ഞാൻ ആഡ് ചെയ്താണ്. എൻ്റെ മാത്രം ടിപ്പ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളതായിട്ടൊരു കയ്യൊപ്പ് വേണ്ടേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച്
കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അതിൻ്റെ അളവ് ഇപ്പം എങ്ങനെ പറയുക, അത് ഞാൻ അങ്ങനെ വിതറാമെന്ന് തോന്നുമെന്നുള്ളൂ കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ ചിക്കൻ മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ ഈ 2 പൊടിയാണ് ഞാൻ എക്സ്ട്രാ ഇട്ടത്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇപ്പം നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് മൂടി വെച്ചൊന്ന് ആ മസാല വേവണ സമയം വരെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ ചിക്കൻ കറിക്ക് ഇത്ര ഗ്രേവി മതി എന്നുള്ളവർക്ക് ഇപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടെ. ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള 2 മിക്സിൻ്റെ ജാറുകളുണ്ടല്ലോ, ആ 2 ജാറും നല്ലോണം ചുഴറ്റി ഇതിലൊന്ന് കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളം 2 കൂടെ ആയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്ത് ആ മസാല ഈ കറികളും ഒക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നമ്മളിതിലൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല. നല്ല കൊളസ്ട്രോൾ ഉള്ള തീരെ എണ്ണ വേണ്ടാന്നുള്ളവരൊക്കെ ഇവിടെ തന്നെ പരിപാടി മതിയാക്കാം. പക്ഷേ ഈ തക്കാളി സോസ് മസ്റ്റാണ് കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂണ് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കറീൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച അത്ര തന്നെ കിട്ടൂല, സാധാരണ ചിക്കൻ കറി ആയി പോകും. അപ്പോൾ ഈ തക്കാളി സോസ് ഒഴിവാക്കാതെ അത് ഒഴിക്കുക തന്നെ വേണം. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി വെച്ച് അത്രേ ഉള്ളൂ പരിപാടി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്ത് കറി റെഡിയായി. ഇനി ഞാൻ ചെയ്യുന്ന സംഭവമാണ് പറഞ്ഞത്, കൊളസ്ട്രോൾ ഉള്ളവർ ചെയ്യണ്ട. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ടീസ്പൂണോ ഒക്കെ എണ്ണ വേണമെങ്കിൽ നേരിട്ട് ആ കറിക്കൊന്ന് ഉറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണതിന് കുഴപ്പമില്ലല്ലോ. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചൂടാക്കിയിട്ട് അതിലൊരു 5-6 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡി ആയപ്പോൾ ഞാൻ ആ കറിക്ക് അങ്ങോട്ട് താളിച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ കറിയിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചാൽ മതിയല്ലോ. കാലം മാറി വരുമ്പോൾ നമ്മൾ ടെക്നോളജിക്ക് അപ്ഡേറ്റ് ആയി അതൊക്കെ കാണാനുള്ള വഴിയൊക്കെ ഉണ്ടാവും ഇരിക്കാരം. പിന്നെ ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്ന്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ എത്രയും കണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇട്ട് കൊടുത്താണ്ടി എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ തള്ളിയൊന്നുമില്ല, നിങ്ങൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഞാൻ പൊറോട്ടൻ്റെ കൂടെയാണ് ഇത് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ ചപ്പാത്തിൻ്റെ നൂൽപുട്ടിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.